ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗ് എല്ലാത്തിലും പതിവിലും വിപരീതമായിട്ടാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് കുര്യാക്കോസ് സഹിതയുടെ ചാപ്പലിൽ പെരുന്നാളായത് കാരണം ഉണ്ടല്ലോ, സാധാരണയിലും നേരത്തെ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കുർബാന സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പള്ളി കഴിഞ്ഞെത്തി. ആ ചാപ്പലിലെ പെരുന്നാളിന് ഞാൻ പോയില്ല, കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പോൾ അത് കാരണം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. പോരാത്തിന് മാളൂരും ബോർഡ് എക്സാം ആണല്ലോ. അപ്പോൾ അവൾ വന്ന വഴിയെ പഠിക്കാൻ വേണ്ടി കയറിയിരുന്നു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. രാവിലെ മുറ്റം ഒന്ന് കാണിക്കാണ്ടാണ് കേട്ടോ ഇന്ന് പള്ളിയിൽ പോയത്, നേരത്തെ പോകേണ്ടത് കാരണം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മുറ്റടിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നേരെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചോട്ടിലൊക്കെ നിറച്ച് ഇങ്ങനെ പുല്ല് വളർന്ന് നിൽക്കുന്നു. കുറേ നാളുകളായിട്ട് ഇപ്പോൾ എനിക്ക് ചെടിയിലേക്കൊന്നും അങ്ങനെ വലിയ ശ്രദ്ധയൊന്നുമില്ല. ഉള്ള ചെടി മുഴുവൻ ഞാൻ നനയ്ക്കാണ്ടിട്ടായിരുന്നു, മുഴുവൻ കളഞ്ഞു കേട്ടോ. ചില സമയത്ത് നമുക്കൊരു ക്രേസ് ഉണ്ടാവും, പിന്നെ അതങ്ങ് പോകുമല്ലോ. കാരണം ആ വെയിൽ വന്ന സമയത്തൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എപ്പോഴും എന്ത് നനച്ചു കൊടുത്താലും അതങ്ങ് കരിഞ്ഞു പോകുമായിരുന്നു. പിന്നെ ചെടിയിലേക്കുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് മാറി. എന്തായാലും പുല്ലൊക്കെ തട്ടി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിങ്ങ് വലിച്ചു പറിച്ചെടുത്തു കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, പള്ളിയിൽ തന്നെ ആണല്ലോ നമുക്ക് രാവിലത്തെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്ക് കപ്പയും ഇറച്ചിയും കൂടെ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അത് പിന്നെ പപ്പയുടെ പരിപാടിയാണ്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൈ കടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ഈ മാവ് നിൽക്കുന്ന കാരണം നല്ല ഇല വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വെയിലിൻ്റെ അസ്കത ഇച്ചിരി കൂടുതലാണ്. വിയർപ്പിൻ്റെ അസ്കത എന്ന് പറയത്തില്ലേ, വെയിൽ കൊണ്ട് പരിപാടികൾ നടത്തുന്നത്. എനിക്ക് മുറ്റടിക്കുന്ന വെയിലുള്ളൊന്നും മുറ്റടിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണലത്താണല്ലോ ശരിക്കും ഇപ്പോൾ ഈ ഇലയാടി കിടക്കുന്നത്, അത് മാത്രമേ ഇങ്ങ് അടിച്ചെടുത്തു. ബാക്കി സ്ഥലമൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പം മുറ്റടിക്കലും അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ഇനി ഉച്ചക്കത്തേക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.